പൊന്മുടിയിൽ നിന്നും ഇനി തിരികെ അനിക്കും നന്ദുവിനും വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നവീൻ്റെ സഹായം കിട്ടിയേ തീരൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് രണ്ടുപേരും കൂടി നവീനെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ. പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു വമ്പിച്ച ഒരു ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. വീഡിയോ ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ അനിയും നന്ദുവും രാവിലെ എണീറ്റ് പോകാനുള്ള ധൃതിയിലാണ് കേട്ടോ. സെക്യൂരിറ്റി അപ്പോൾ വന്ന് പറയുന്നുണ്ട്, സാർമാരെ ഇപ്പോൾ പോക്ക് നടക്കുന്ന തോന്നുന്നില്ല കേട്ടോ. നന്ദു ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ അതെന്താ? അത് പിന്നെ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ദാ വാർത്തയിലേക്ക് ഇപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത്. ദാ ഇവിടെ അടുത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുക, അതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാറുമാർക്ക് ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അനിയൻ നന്ദു ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ. ആദർശിന് അതിനൊക്കെ നേരത്തെ തന്നെ ഒരു ഡൗട്ടുണ്ട്. പൊന്മുടിയിലെ ആ ഒരു വീട്ടിൽ ഇവർ റൂമെടുത്ത് താമസിക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് നേരത്തെ തന്നെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും കൂടെ ഒപ്പം ഉണ്ടെന്നൊക്കെയാണ് ആദർശിൻ്റെയും നയനയുടെയും വിചാരം. സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവിടെ ആരെങ്കിലും ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി സെക്യൂരിറ്റിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, 4-5 പേരെന്നുണ്ടെന്നൊക്കെ പറയുന്നു. ആദർശാണെങ്കിൽ അനിരുദ്ധ എന്നുള്ള പേരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി കൊണ്ട് കള്ളവും പറയിപ്പിക്കുക. അങ്ങനെ ഒരാരോ ഉണ്ടെന്നൊന്നും അറിയില്ല സാറേ, പേരൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദർശാണെങ്കിൽ അത് കേട്ട് വിശ്വസിച്ചിട്ട് ദേവേനോടും പറയുന്നുണ്ട്, അമ്മായി അതുകൊണ്ട് അവരവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മിക്കവാറും അവർ അഥവാ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊന്നും അല്ലായിരിക്കും. അറിയാലോ, രാകേഷും വിഘ്നേഷും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും മാത്രമാവാനായിട്ട് ചാൻസ് ഒന്നും കാണുന്നില്ല. അപ്പോഴും ദേവയാനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഈ കുട്ടികളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇപ്പോൾ നവീൻ്റെ ആലോചന വീട്ടിൽ വന്നതുകൊണ്ടല്ലേ നന്ദു ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയത്. ഇങ്ങനെ വീട് വിട്ടൊക്കെ പോകാനായിട്ട് കൊള്ളാമോ? ഒന്നുമില്ലെങ്കിലും അവളൊരു പോലീസുകാരിയല്ലേ. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ദേവയാന് പറയുന്നുണ്ട് കേട്ടോ. ആദർശപ്പോൾ പറയുന്നുണ്ട്, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നിട്ടില്ല, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്ന് ദേവയാനോടും ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. റോഡിലെ ബ്ലോക്കൊക്കെ ഒതുങ്ങിയതിന് ശേഷം സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട്, സാർമാരെ ഇപ്പോൾ എന്തായാലും ഏകദേശം റോഡിലെ ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. സാർമാർക്ക് ഇപ്പോൾ പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് വേഗം വിട്ടോന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങാണ്. വഴിക്ക് വെച്ചിട്ട് അവർ ഫോൺ ചെയ്തിട്ട് രാകേഷിനെ വിഘ്നേഷിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവരാണെങ്കിൽ അനിയോട് നന്ദുവിനോട് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് ഞങ്ങളോട് കൂടി പറയണ്ടേ, എന്നാലല്ലേ ഞങ്ങൾ അറിയത്തുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എടാ ഇപ്പം അതൊന്നും പറഞ്ഞേക്കാനായിട്ട് സമയമില്ല, ഇപ്പം തന്നെ സമയം ഒത്തിരി വൈകി. ഇനി വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു 100,000 ചോദ്യങ്ങളായിരിക്കും. അറിയാലോ, നന്ദിൻ്റെ വീട്ടിലിപ്പോൾ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. നവീനിപ്പോൾ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊക്കെ വന്നിരിക്കുക. വീട്ടിൽ ചെന്നിട്ട് പ്രപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് ആളെ കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണം നടത്തിക്കാനുള്ള പുറപ്പാടവന്. രാകേഷ് വിഘ്നേഷ് ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നവീനപ്പോൾ നന്ദും അനിയും കൂടി വിളിക്കുന്നുണ്ട്, നവീനേട്ടാ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് നന്ദു വിളിക്കുമ്പോൾ നവീനാണെങ്കിൽ എല്ലാം മനസ്സിലാക്കി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം അനിയും നന്ദും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരെ കുറച്ച് വട്ടം ചുറ്റിക്കാന്നൊക്കെ നവീൻ മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനായിരിക്കും നന്ദു വിളിച്ചതെന്നറിയാനായിട്ട് നവീൻ ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ നവീനോട് പറയുന്നുണ്ട്, അത് പിന്നെ നവീനേട്ടാ ഞങ്ങൾ 4 പേരും കൂടി ഇന്നലെ വീട്ടിൽ നിന്ന് പൊന്മുടിയിലേക്ക് പോയിരുന്നു. അവിടെ റോഡ് ബ്ലോക്കൊക്കെ ആയിരുന്നു ഉരുൾപൊട്ടൽ കാരണം. ഇത്രയും നേരം വൈകിയത് കൊണ്ട് വീട്ടിൽ ചെന്ന സീനായിരിക്കും. അതുകൊണ്ട് നവീനേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ കേട്ടോ. നവീൻ തന്നെ അങ്ങോട്ട് ചാടിക്കയറി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റോളാം. നിങ്ങൾക്കൊപ്പം ഞാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയാലോ, കനകാൻ്റിക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. നന്ദുവിൻ്റെ ഒപ്പം ഞാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ കനകാൻ്റി ഒന്നും പറയില്ല. അതുമല്ല നന്ദു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ. ഇന്നും പോയി നാളെ നീ എനിക്കൊപ്പം ജീവിക്കേണ്ട പെണ്ണാ. അതുകൊണ്ട് നിനക്ക് എന്ത് ഹെൽപ്പ് ഞാൻ ചെയ്തു തരാമെന്ന് പറയാൻ കേട്ടോ. അനിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കുരുപൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അനിയപ്പോൾ പറയുന്നുണ്ട്, എടാ അതിനെ നിൻ്റെ വീട്ടുകാർ സമ്മതിച്ചു എന്നൊക്കെ. അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കത്തില്ലേടാ. എൻ്റെ അച്ഛൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അമ്മയോട് ഞാൻ ഇതുവരെ നന്ദുവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അമ്മേനെ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറയാൻ കേട്ടോ. പക്ഷേ നവീനാണെങ്കിലും ഉള്ളിൽ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാൻ കേട്ടോ. കാരണം അനിയുടെ നന്ദുവിൻ്റെ ടെൻഷൻ എത്രത്തോളം കാണാവോ അത്രത്തോളം അവന് കാണണം. കാരണം ഇതിൻ്റെ അപ്പുറം ടെൻഷൻ നമ്മുടെ നവീനെ കൊണ്ട് അടുപ്പിച്ചതല്ലേ. ഒരു പക്ഷേ ഇവർ നേരത്തെ തന്നെ നവീനോട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇവർക്കിട്ട് ഒരു പണി കൊടുത്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവീൻ. അങ്ങനെ നവീനാണെങ്കിൽ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് കാറിൽ കനകയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കേട്ടോ.
അങ്ങനെ കാറ് വരുന്നത് കണ്ടപ്പോഴത്തേക്കും കനക മനസ്സിലിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, അത് നവീൻ മോൻ്റെ കാറാണല്ലോ വരുന്നത്. ഇനി ഇങ്ങോട്ട് വന്നിട്ട് നന്ദുമോളെ തിരക്കത്തില്ലേ? നന്ദു ഇവിടെ ഇന്നലെ മുതൽ ഇല്ലാന്നൊക്കെ നവീനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന് ഇഷ്ടപ്പെടുവോ ആവോ? അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് കേട്ടോ നവീൻ്റെ കാറിൽ നിന്ന് നന്ദുവും ഒപ്പം ഇറങ്ങി വരുന്നത് കണ്ടത്. അങ്ങനെ ഗോവിന്ദനോടും പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, അവരൊരുമിച്ചാണല്ലോ വരുന്നത്. അപ്പോൾ നവീൻ മോൻ്റെ ഒപ്പമായിരുന്നോ നന്ദുമോള് പോയതെന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അനിയനന്ദു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കനക പറയുന്നുണ്ട്, ആഹാ, നിങ്ങൾ ഒരുമിച്ചാണ് ഇന്നലെ പുറത്തോട്ട് പോയത്. അതൊന്ന് വിളിച്ച് പറയണ്ടേ? ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. നീ കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് പറഞ്ഞതും എനിക്കത്ര വിശ്വാസമൊന്നും ആയിരുന്നില്ല മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നവീൻ പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ മനസ്സിലെ സ്നേഹം ഞാൻ നന്ദുവിനോട് തുറന്നു പറഞ്ഞതല്ലേ, അത് എല്ലാവരുമായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു, രാകേഷും വിഘ്നേഷും അനിയും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. ആ, മോൻ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് കനക പറയാൻ കേട്ടോ. അപ്പോഴും നവീൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മറുപടിക്ക് ഇതുവരെ ഒരു ഉത്തരം നന്ദു നൽകിയിട്ടില്ല. ഇപ്പോഴും അത് പെൻഡിങ്ങിൽ തന്നെ കിടക്കുകയാണ് അമ്മയെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. മോൻ അതൊന്നും ഓർത്തിട്ട് ഒരു ടെൻഷനും അടിക്കണ്ട. എന്തായാലും വീട്ടുകാരൻ കൂട്ടിക്കൊണ്ട് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. മോൻ വാ, നിങ്ങളുടെ തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മ നടത്തി തരും. ഞങ്ങൾക്ക് മോനെ വളരെ ഇഷ്ടമാണെന്നൊക്കെ പറയാൻ കേട്ടോ. നവീനാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്നാലും നന്ദുവിൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറയണ്ടേ? എന്നാലല്ല എനിക്ക് വീട്ടുകാരും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അല്ലാതെ നന്ദുവിന് ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നന്ദു ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കമല അപ്പോൾ അവന് വീണ്ടും വീണ്ടും ആത്മവിശ്വാസം കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ, അത് പിന്നെ മോനൊന്നും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഒരു ടെൻഷനും അടിക്കണ്ട. നന്ദുമോളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അറിയാലോ, അവൾക്കിങ്ങനെ പ്രേമത്തിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മോനോട് പറയാൻ ചിലപ്പോൾ മടിയുണ്ടായിരിക്കും. അവളൊരു പോലീസുകാരിയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. നന്ദു ഉടനെ തന്നെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. നവീനപ്പോൾ നന്ദുവിനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. കുറച്ചുകൂടി ടെൻഷൻ അടിക്കും നന്ദു എന്നാണ് കേട്ടോ നന്ദുവിനെ നോക്കിയിട്ട് നവീൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നത്. നവീൻ അങ്ങനെ യാത്ര ചോദിച്ച് കാറിലേക്ക് കയറി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും ഗോവിന്ദനാണെങ്കിൽ നവീനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. വേറൊന്നുമല്ല, നവീനും നന്ദുവും തമ്മിൽ ഇവിടെ വന്ന് പറഞ്ഞ കാര്യത്തിലൊക്കെ എന്തോ ഒരു സംശയമുള്ളത് പോലെയാണ് ഗോവിന്ദൻ്റെ നോട്ടം. ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, ഇനി ഉള്ള കാര്യം തന്നെയാണോ എന്നൊക്കെ ഗോവിന്ദൻ്റെ ഒരു സംശയം കേട്ടോ. പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അങ്ങനെ വിഴുങ്ങാനായിട്ട് ഗോവിന്ദന് സാധിച്ചില്ല. കനകയാണെങ്കിൽ എല്ലാം കേട്ട് വിശ്വസിച്ച് അകത്തോട്ട് നന്ദുവിൻ്റെ ഒപ്പം കയറി പോവുകയും ചെയ്തു. നന്ദുവിനോടൊപ്പം ഗോവിന്ദനെ കനകയും കൂടി ചോദിക്കുന്നുണ്ട്, എന്തായാലും മോളെ നവീൻ്റെ ഒപ്പമാണ് പോയെന്നെങ്കിൽ ഞങ്ങളുടെ ഒരു വാക്ക് പറയാൻ വയ്യായിരുന്നു. ഞങ്ങളതിൽ സമ്മതം മൂളത്തിലേ ഉള്ളായിരുന്നു. മോളെന്തിനാ വെറുതെ കള്ളമൊക്കെ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടോ. ഇനി ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഗോവിന്ദനാണെങ്കിൽ മോളെന്തായാലും വീട് വിട്ട് ഇറങ്ങിപ്പോയത് ശരിയായില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇനി എനിക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തന്നെയാണ് തോന്നുന്നത്. അതുപോലുള്ള സംസാരമല്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ആരോട് ചോദിച്ചിട്ടാണ് നവീനേട്ടനോട് വീണ്ടും വീണ്ടും നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, കല്യാണത്തിനുടനെ സമ്മതം മൂളാം, എത്രയും പെട്ടെന്ന് വിവാഹം നടത്താമെന്നൊക്കെ അങ്ങനെയുള്ള വർത്താനമൊക്കെ എന്തിനാണ് നവീനേട്ടനോട് പറഞ്ഞത്? ഞാൻ ഇതുവരെ നവീനേട്ടനോട് എസ് മൂളിയിട്ടില്ല. എനിക്ക് കല്യാണത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല. അറിയാലോ, ഞാൻ എസ് ആയിട്ട് ഇപ്പോൾ കയറിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷനാണ് എനിക്ക് ഏറ്റവും വലുത്. അതൊക്കെ കഴിഞ്ഞ് ഒരുവിധം ആയിക്കഴിഞ്ഞ് മാത്രമേ ഞാൻ ഈ വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാൻ കേട്ടോ. കനക അപ്പോഴും പറയുന്നുണ്ട്, എടി അതിന് നമുക്ക് ഈ വിവാഹം ഒന്ന് ഉറപ്പിച്ചെങ്കിലും വെക്കാലോ എന്ന് പറയാൻ കേട്ടോ. പക്ഷെ അതിന് പോലും നന്ദു സമ്മതം മൂടുന്നില്ല. മുറിയിലോട്ട് കയറി പോവാണ് കേട്ടോ. അനി നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തായി നന്ദു, വീട്ടിൽ കയറി ചെന്നിട്ട് ആർക്കും ഒരു സംശയമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, നവീനേട്ടൻ അതുപോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. പിന്നെ അച്ഛനെന്തോ ഡൗട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അച്ഛൻ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ആർക്കും ഒരു സംശയമില്ല അനി. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ സമാധാനമായി. എൻ്റെ ദൈവമേ. അനിയപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ആ ഉരുൾപൊട്ടൽ വരാൻ കണ്ട നേരം അങ്ങനെ റോഡ് ബ്ലോക്കൊക്കെ ആയതുകൊണ്ടല്ലേ നവീൻ്റെ സഹായം നമുക്ക് തേടേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങിയേനെ. നമ്മുടെ കുറേ നല്ല മൊമെൻറ്റ്സ് ആ ഒരു ടെൻഷൻ കാരണം ഇല്ലാതായതെന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇനി അടുത്തത് നമ്മൾക്ക് ഇതുപോലൊരു യാത്ര പ്ലാൻ ചെയ്യണം അല്ലേ നന്ദു എന്ന് പറയാൻ കേട്ടോ. നന്ദു ഉടനെ ഒന്ന് പൊയ്ക്കോണം അനി.
ഇപ്പോൾ നമ്മളങ്ങനെ പോയതിൻ്റെ കാരണമായിട്ടാണ് എനിക്കിപ്പോൾ കൂടുതൽ പ്രശ്നമായെന്ന് തോന്നുന്നു. അതുപോലുള്ള സംസാരം നവീനേട്ടൻ ഇവിടെ വന്നപ്പോൾ അമ്മയും അച്ഛനും കൂടി സംസാരിച്ചത്. അറിയാലോ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നലെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ വിചാരം എനിക്കെന്തോ നവീനേട്ടനോട് ഇഷ്ടമുണ്ടെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതങ്ങനെ പാടില്ലായിരുന്നു. ഇപ്പോൾ തോന്നുന്നു നവീനേട്ടൻ്റെ ഹെൽപ്പ് നമ്മളെ തേടണ്ടായിരുന്നു എന്ന്. എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് കയറിയാൽ മതിയായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയേനെ. അപ്പാന് പറയുന്നുണ്ട്, നിനക്കല്ലായിരുന്നു ടെൻഷൻ. നീ തന്നെയല്ലേ പറഞ്ഞത് നവീനേട്ടനെ വിളിക്കാന്ന്. ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. നമ്മളിനി എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ വഴക്കടിക്കും. നമ്മുടെ ഇന്നലത്തെ ആ നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് അനു കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ടാറ്റ ബൈ ബൈ.